സർ നമസ്കാരം. നമസ്കാരം. സർ, കഴിഞ്ഞ ദിവസമാണ് ഈരാറ്റുപേട്ടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ആ ഒരു ആക്സിഡന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു സംഭവവികാസം മൊത്തം മതവൽക്കരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അവരെ സമ്പൂർണ്ണമായിട്ട് തീവ്രവാദികളാക്കുന്നതും ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ? ഈരാറ്റുപേട്ടയിലെ അനുഭവം ഈരാറ്റുപേട്ടയ്ക്ക് പുറത്തുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അനുഭവമല്ല. ഈരാറ്റുപേട്ടയിൽ കൂടി ഒരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അതായത് ഇന്ത്യൻ നിയമങ്ങൾക്ക്, കേരള നിയമങ്ങൾക്ക്, പോലീസ് നിയമങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. ആ ഈരാറ്റുപേട്ടയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം 2, 3, 4 പേരൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു. ഹെൽമറ്റ് വെക്കാറില്ല. അവിടെ നിരീക്ഷണ ക്യാമറകൾ ഇല്ല. ആ മുനിസിപ്പാലിറ്റി നിരീക്ഷണ ക്യാമറകളില്ല. വേണമെങ്കിൽ സർക്കാരിന് വെക്കാം, പക്ഷെ വെച്ചാൽ അവിടെ ഇരിക്കുകയൊന്നുമില്ല. അതിനെ ആരും ചോദ്യം ചെയ്യാറുമില്ല. ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് പാലസ്തീനകത്ത് കിടക്കുന്ന ഗാസ പോലെ, അല്ല, ഇസ്രയേലിനകത്ത് കിടക്കുന്ന ഗാസ പോലെയാണ് കേരളത്തിനകത്തെ ഈരാറ്റുപേട്ട. അതൊരു മുനിസിപ്പാലിറ്റിയാണ്. പക്ഷേ അവിടെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് യാതൊരു ബലവുമില്ലാത്തൊരു സ്ഥലമാണ്. ഇതാരാണ് അങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചാൽ അവിടുത്തെ MLA, അവിടുത്തെ MP അടക്കമുള്ളവർ അതങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. LDFും UDFും ചേർന്ന് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു സംഭവം ഞാൻ പറയാം. 2008 അഹമ്മദാബാദിൽ സ്ഫോടന പരമ്പരകൾ നടന്നു. 56 പേര് മരിച്ചു, 200 പേര് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു. അതിന്റെ പ്രതികളെ പിടിച്ചപ്പോ അതിൽ 2 പേര്, ആകെ 4 മലയാളികളായിരുന്നു. അതിൽ 2 പേര് ഈരാറ്റുപേട്ട. അവർ 2 പേര് എഞ്ചിനീയർമാരായിരുന്നു, സിബിലി കരീമും ഷാദുലി കരീമും. അവർ 2 പേരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി NIA സംഘം മാസങ്ങളോളം ഈരാറ്റുപേട്ടയിലെ പല കടകളിലും വേഷം മാറി വന്ന് ജോലി ചെയ്ത് കൃത്യമായിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഇവരടക്കം നിരവധി ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാണ് കേരള പോലീസ് പോലും അറിയുന്നത്. കേരള ഗവൺമെന്റ് പോലും അറിഞ്ഞില്ല. അറിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് NIA കേരള ഗവൺമെന്റിനെ പോലും അറിയിക്കാതെ, കേരള പോലീസിനെ പോലും അറിയിക്കാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരിപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിലെ ചാനലിൽ ചർച്ചയൊന്നും ഇല്ലല്ലോ, പത്രത്തിൽ വാർത്തയില്ലല്ലോ. ഇതാണ് ഈരാറ്റുപേട്ട. അപ്പോൾ അവിടെ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് വാഗമൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിമി എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് ആയുധ പരിശീലന ക്യാമ്പ് നടത്താൻ അവസരമൊരുക്കി കൊടുത്ത, എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത 2 എഞ്ചിനീയർമാരുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. തെളിവ് സഹിതം NIA അവരെ പൊക്കി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പലരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷേ ഒരു പ്രതിഷേധവും ഇല്ല, ആർക്കും ഒരു വിഷമവും ഇല്ല. ഇതിന് ശേഷം നടന്ന ഒരു സംഭവമുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന K. കാർത്തിക് എന്ന് പറയുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈരാറ്റുപേട്ട ടൗണിനകത്ത് കിടക്കുന്ന പോലീസ് സ്റ്റേഷന്റെ കൈവശമുള്ള 3 ഏക്കർ സ്ഥലം അവിടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റാൻ ഒരുങ്ങിയപ്പോൾ ഇദ്ദേഹം അധികാരികൾക്കൊരു കത്തെഴുതി. ഇതങ്ങനെ മാറ്റാൻ പറ്റില്ല. ഈരാറ്റുപേട്ടയും അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും ഉള്ള പോലീസുകാർക്ക് താമസ സൗകര്യമില്ല. ഈ സ്ഥലത്ത് താമസ സൗകര്യം ഒരുക്കാൻ പറ്റും. ഇതുകൂടാതെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവര് ധാരാളം പേര് ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഭീകരവിരുദ്ധ സ്ക്വാഡിന് ഒരു ഓഫീസ് പണിയാൻ ഈ സ്ഥലം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കത്ത് കൊടുത്തു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഇടതുപക്ഷ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലും അവിടുത്തെ UDF MP ആയിട്ടുള്ള പത്തനംതിട്ട MP ആന്റോ ആന്റണിയും വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒന്നടങ്കം അവർക്ക് പിന്തുണ കൊടുത്തു. LDF, UDF, PFI, SDPI അടക്കമുള്ള എല്ലാ പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് പോലീസ് മേധാവിക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ പാടില്ല എന്നും ശാഠ്യം പിടിച്ചുകൊണ്ട് സമരപരിപാടികളുമായി രംഗത്ത് വന്നു. അതോടുകൂടി ഭീകരവിരുദ്ധ
കേന്ദ്രം ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേരള സർക്കാർ പിന്നോട്ട് പോയി. ഇത് ഈരാറ്റുപേട്ടയുടെ സമീപകാല സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാലത്ത് ഈരാറ്റുപേട്ട ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്നു. അവിടെ അരുവിത്ര വല്യച്ഛന്റെ പള്ളിയുണ്ട്, അരുവിത്ര കോളേജ് ഉണ്ട്. ആ അരുവിത്രയുടെ പേര് പോലും മാറ്റി ഈരാറ്റുപേട്ട എന്നാക്കണം എന്ന് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യങ്ങൾ ഉണ്ടായി. അപ്പോ അതിന്റെ കാരണം എന്താ? പണ്ട് ക്രൈസ്തവർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഈരാറ്റുപേട്ടയിൽ ഇപ്പോ ക്രൈസ്തവ ആധിപത്യം ഇല്ലാതായി, മുസ്ലിം ആധിപത്യം വന്നു. അപ്പോൾ അവിടെ ഭരണം നടത്തുന്ന മുനിസിപ്പാലിറ്റിയില് SDPI ഉണ്ട്, PFI ഉണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്ഥാനാർത്ഥി മുസ്ലിമാണ്, ജയിച്ചു വരുന്ന ആള് മുസ്ലിമാണ്, പട്ടികജാതിയിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഹിന്ദു. ഇതാണ് ഈരാറ്റുപേട്ടയുടെ അവസ്ഥ. അതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ എന്തെങ്കിലും സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ അത് ഈരാറ്റുപേട്ടയെ അറിയുന്നവർക്ക് വലിയ അത്ഭുതമൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈരാറ്റുപേട്ടയിൽ പോയി അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കാത്തു സൂക്ഷിച്ച് ഭീകരന്മാർക്ക് ഒളിത്താവളമായിട്ടും പരിശീലന കേന്ദ്രമായിട്ടും അനുവദിച്ചു കൊടുത്ത് പോലീസിനും റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും യാതൊരു രീതിയിലും തൊടാൻ പറ്റാത്ത ഒരു പ്രദേശമാക്കി മാറ്റിക്കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും അവരുടെ MLA-മാരും MP-മാരും മന്ത്രിമാരുമാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ അവരെ ഒറ്റപ്പെടുത്തിയതും അതിന് പ്രത്യേക സ്ഥലമായി അവർക്ക് അനുവദിച്ചു കൊടുത്തതും LDF-ഉം UDF-ഉമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈരാറ്റുപേട്ടയിൽ കൂടി ഒരു ഒറ്റ തവണ യാത്ര ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. മാത്രമല്ല, ഈരാറ്റുപേട്ട നഗരസഭയില് കോൺഗ്രസിന്റെയോ കേരള കോൺഗ്രസിന്റെയോ CPM-ന്റെയോ CPI-യുടെയോ യുവജന സംഘടനകൾ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവരൊക്കെ എവിടെ പോയി? അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഈരാറ്റുപേട്ടയില് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാറില്ല. കോൺഗ്രസിന് പൊതുയോഗം സംഘടിപ്പിക്കാൻ പേടിയാണ്, CPM-ന് പേടിയാണ്, CPI-ക്ക് പേടിയാണ്, കേരള കോൺഗ്രസിന് പേടിയാണ്. ആകെപ്പാടെ അവിടെ ഈ രാഷ്ട്രീയ പൊതുയോഗങ്ങൾ നടത്തുന്നത് SDPI നടത്തും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പണ്ട് നിരോധനം ഉണ്ടായിരുന്ന കാലത്ത് അവർ നടത്തും, PDP നടത്തും, മുസ്ലിം ലീഗ് നടത്തും, പിന്നെ BJP നടത്തും. ബാക്കി UDF LDF ഘടകകക്ഷികൾക്ക് അവിടെ ഒരു പൊതുയോഗം പോലും നടത്താൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഈ നഗരത്തിന്റെ നടുവില് പുഴയോട് ചേർന്ന് ഒരു മധുര മീനാക്ഷി ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് പൊതു കക്കൂസ് പണിയാൻ വേണ്ടി, ശ്രീകോവിലിന്റെ മുമ്പിൽ പൊതു കക്കൂസ് പണിയാൻ വേണ്ടി അവിടുത്തെ നഗരസഭ തീരുമാനമെടുത്തു. അതിനെതിരെ BJP-യുടെ RSS-ന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വന്നു ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ. ഓർക്കണം, കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും CPI-ക്കാരും CPM-കാരും ഒന്നിച്ചിരുന്ന ഭരണസമിതിയിലാണ് അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ മൂത്രപ്പുര പണിയാൻ അവിടെ തീരുമാനമെടുത്തത്. അപ്പോ അവിടുത്തെ വികാരം എന്താണെന്ന് മനസ്സിലായില്ലേ? അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ അന്തരീക്ഷമാണ് അവരെ ഒറ്റപ്പെടുത്തിയത്. ഈ ഒറ്റപ്പെടുത്തി അവരെ ഗസയാക്കി മാറ്റിയത്, ഭീകരവാദികളുടെ താവളമാക്കി മാറ്റിയത് LDF-ഉം UDF-ഉം ഒന്നിച്ചു നിന്നിട്ടാണ്.